ഇപ്പോൾ പരീക്ഷ ജസ്റ്റ് ഇങ്ങനെ ഓണപ്പരീക്ഷ സ്കൂളുകളിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. അതെ, അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഷെയർ ചെയ്യാമെന്ന് തോന്നുന്നു. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടുന്നൊരു സമയത്തേക്കാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എക്സാം ഹാളിൽ പരീക്ഷ ഇൻവിജിലേറ്ററായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുത്ത് കൂൾ ഓഫ് ടൈം ഉണ്ട്, ഒരു 15 മിനിറ്റ്. എല്ലാ എക്സാമിനും ഉണ്ട്. നമ്മൾ സ്കൂൾ സിസ്റ്റം ഇല്ലാത്ത. അതെ. എല്ലാ എക്സാമുകൾക്കും ഒരു 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ ഉത്തരം എഴുതാനുള്ളൊരു സമയമാണ്. അപ്പോൾ കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് ആൻസർ ഷീറ്റും വിതരണം ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലാസ്സിൽ കൂടെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്യണം. അപ്പോൾ കുട്ടികളോട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ അവരുടെ പേര്, ക്ലാസ് നമ്പർ ഇത് എഴുതണമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എഴുതി അവസാനം കാമണിക്കൂർ കഴിഞ്ഞ് ബെല്ലൊക്കെ അടിച്ച് പരീക്ഷ തുടങ്ങുമ്പോൾ കുട്ടികൾ ജസ്റ്റ് എന്താണ് എഴുതുന്നത് ഞാനൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ പോയി നോക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുത്തൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൊടുത്ത് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ ഇവനിങ്ങനെ എഴുതുമ്പോൾ ഇംഗ്ലീഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഞാനൊന്നും കൂടെ ഇങ്ങനെ കുറച്ച് ബാക്കിൽ, അവന് അറിയുകയും ചെയ്യരുത്, എന്നാൽ ബാക്കിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ എഴുതുന്നത് ഇംഗ്ലീഷും അല്ല മലയാളവും അല്ല, മംഗ്ലീഷിലാണ്, ആൻസർ പേപ്പറിൽ. അപ്പോൾ എനിക്ക് ഇങ്ങനെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ, ഞാൻ ആ ക്ലാസ്സൊന്നും എടുക്കണില്ല, എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒന്നുകിൽ മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, ഇതൊന്നുമില്ലാതെ ഈ മംഗ്ലീഷിൽ ഞാൻ ചിലതൊക്കെ ഇങ്ങനെ വായിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് കഴിയണില്ല. പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവനോട് ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, അല്ല മോനെ ഈ ഏത് ക്ലാസ്സിലാടാ? എൻ്റെ ക്ലാസ് 10ാം ക്ലാസ്സിലല്ലേ? അതെ. ഈ ആൻസർ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു, പരീക്ഷയൊക്കെ എങ്ങനെ സൂപ്പറായെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എൻ്റെ കണ്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊരു ചിരിയിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, മുഴുവനായിട്ടും അവർ എഴുതിയിരിക്കുന്നത് ഈ കംപ്ലീറ്റ് പരീക്ഷയും മംഗ്ലീഷിലാണ്. അപ്പോൾ ഞാൻ അവനോട് വളരെ സൗഹൃദത്തിൽ ഒരല്പം ഇങ്ങനെ മാറി നിന്നിട്ട് തോളിലൊക്കെ കൈയിട്ടിട്ട് ചോദിച്ചു, അപ്പോൾ എന്താടാ മലയാള മീഡിയത്തിലല്ലേ നീ പഠിക്കണത്, നീ എഴുതിയ ഇംഗ്ലീഷിലാണല്ലോ? അല്ല സാർ, ഞാൻ ഇംഗ്ലീഷിലല്ല എഴുതിയത്. പിന്നെ മലയാളത്തിലാണ് ചോദിച്ചു. മലയാളത്തിലല്ലല്ലോ നീ എഴുതിയത്? ഞാൻ പേപ്പറൊക്കെ മടക്കി വെച്ചിട്ടാണ്. അല്ലോ പറയാം എനിക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ് അറിയുമെന്ന് വെച്ച്. അപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ എങ്ങനെയാണ് നീ പരീക്ഷ എഴുതി വെച്ച്? മംഗ്ലീഷിലാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഭാഷ നമ്മൾ ഇതുവരെ കേൾക്കുകയോ ഇതൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ അതെങ്ങനെ നിനക്ക് കിട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഫോണിൽ ടൈപ്പ് ചെയ്ത് ഇതാക്കിയതാണ്, അതിന് പഠിച്ചെടുത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഒരു പീസ് റേഡിയോ പ്രേക്ഷകർ ഒരുപാട് രക്ഷിതാക്കളുണ്ടാവും, മക്കളുണ്ടാവും, അവരൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ തീർച്ചയായും നമുക്കൊരു വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ സ്വന്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവരോട് അടുത്ത ഒരു ഫ്രണ്ട്ലി ആയപ്പോൾ അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അവനോട് ചോദിച്ചു, അപ്പോൾ മലയാളത്തിൽ നിനക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് എഴുതാൻ പറ്റും, അഡ്രസ്സ്, കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചു. അല്ലെങ്കിൽ അങ്ങനെ ചിരിക്കാൻ കഴിയില്ല എന്ന് പറയണില്ല, കഴിയുമെന്ന് പറയണില്ല. ആ ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം കാര്യങ്ങൾ പോലും ഒരു മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാതെ ഒരു പുതിയ ന്യൂജൻ ലാംഗ്വേജ് ഉണ്ടാക്കി എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ജീവിതത്തിൽ ഒരു പക്ഷേ അവരൊക്കെ വിജയിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പക്ഷെ അതല്ലല്ലോ, സ്വന്തം ഒരു കാര്യം, പ്രത്യേക ഒരു അവസരമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതാൻ പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഭാഷയിൽ എഴുതാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭാഷ, അതെ, മാതൃഭാഷയിൽ. അപ്പോൾ ഈ 9ാം ക്ലാസ് വരെ ഈ കുട്ടി പിന്നെ എന്താണ് പഠിച്ചത്? ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു അവന് പഠന പിന്നോക്കത്തിലുള്ള കുട്ടിയാണ്, പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ റൈറ്ററൊക്കെ വെച്ച് LD ലേണിംഗ് ഡിസേബിലിറ്റിയിൽ വെച്ച് എഴുതാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചോദിച്ചാൽ കൺഫേം ആയിട്ടുണ്ടോ ചോദിച്ചു. കൺഫേം ആയിട്ടൊന്നുമില്ല, നമുക്ക് അപേക്ഷിക്കേണ്ട സമയത്ത് അപേക്ഷിക്കാമെന്നുള്ളത്. അപ്പോൾ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടീച്ചറോട് ഞാൻ ഈ വിഷയം പറഞ്ഞു അവൻ്റെ പേര് തന്നിട്ടുണ്ട്, ഇനി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിലൊക്കെ രക്ഷിതാക്കൾക്കൊരു വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് അല്ലേ. വെറും അധ്യാപകരെ അവരെ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ വരുമ്പോഴും പറയാനുള്ളത് കൊറോണ കുറ്റം പറയും അല്ലേ. കൊറോണ കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ആ ഒരു 2 വർഷത്തിൽ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് 1ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട കുറച്ച് കാര്യമില്ലേ, അത് കിട്ടാതായാൽ സ്വാഭാവികമായിട്ടും രക്ഷിതാവ് ടീച്ചറോടോ അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്തെങ്ങനെ ആയത് 1ാം ക്ലാസ്സിൽ ചോദിക്കണം. അതെ. ഇത് 9 കഴിഞ്ഞു 10-ലെത്തിയിട്ടും ഇപ്പോഴും ഒരു പക്ഷേ അവർ രക്ഷിതാക്കളും ഇപ്പോഴും ചോദ്യം വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഞാൻ ആ ക്ലാസ് ടീച്ചറോട് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞു അവരെ രക്ഷിതാക്കളെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾക്ക് അറിയാം, പക്ഷെ അവരൊന്നും അത്ര ഒരു ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവരല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, ഇത് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മക്കളോടും രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത്, ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികൾക്ക് നേടിയെടുക്കേണ്ട മിനിമം ഒരു ക്വാളിറ്റി, ഒരു ബേസിക് ഉണ്ട്.
അത് നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവിടെ എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വേണം അടുത്ത ക്ലാസ്സുകളിലേക്ക് എത്താൻ എന്നുള്ളതാണ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞവർ നമ്മൾ കോളേജിലേക്കാണ് വരിക, ഈ പ്രിലിമിനറി ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇവരെന്ത് 10ാം ക്ലാസ് പഠിച്ചതാണ് ഇവരെ ഫോം പൂരിപ്പിക്കാൻ പറയുമ്പോൾ സത്യത്തിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. സാർ അതങ്ങനെ സാർ അത് ശരിക്കും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്ത് എഴുതാൻ, അവർ ഇപ്പോൾ താമസിക്കുന്ന ശരിക്കുള്ള അഡ്രസ്സ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ അതുപോലും കഴിയാതെയാണ് അവർ അടുത്ത +1 എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് വന്ന പാട് തന്നെ ജസ്റ്റ് അവരുടെ ഒരു ബയോഡാറ്റ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ചരിത്രം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളോ എന്തെങ്കിലും ജസ്റ്റ് അവരുടെ എന്താ കഴിവെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതൊക്കെയോ കോഡ് ഭാഷകൾ പിന്നീട് എനിക്ക് പി എന്ന രീതിയിൽ നെ എന്ന് എഴുതും. അതേപോലെ നമ്മൾ SMS ഉപയോഗിക്കുന്ന സംഭവം IDK ഐ ഡോണ്ട് നോ, അതൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ പാസ്വേഡൊക്കെ വെച്ചിട്ടാണ് അവർ സംഭവങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഷോർട്ട് ടേമുകൾ ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ലൈഫിൽ എഴുത്തിൽ പോലും ഇപ്പം മെസ്സേജൊക്കെ ഓക്കെ ഫോണിൽ കൂടെ ഒക്കെ ചാറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ മതിയാവും. പക്ഷെ ഒരു ഔദ്യോഗികമായി കൊടുക്കേണ്ട ഒരു രേഖയിൽ പോലും ആ രൂപത്തിൽ എഴുതുന്നൊരു സാഹചര്യം വരിക എന്നുള്ളത് അതൊരു വലിയ പ്രയാസം തന്നെയാണ്. പിന്നെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചില കുട്ടികൾ നമ്മൾ എല്ലാവരെയും നമുക്ക് കാട്ടടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന പോലെ പറയാൻ കഴിയും. ചില കുട്ടികളൊക്കെ എഴുത്തിലും പഠനത്തിലും ഒക്കെ ബാക്കിലാണെങ്കിൽ നല്ല സ്വഭാവമുള്ള ഒരുപാട് മക്കളെ നമ്മളൊക്കെ സാധാരണ കോളേജുകളിലൊക്കെ നമ്മൾ എന്തായാലും പറയും കോളേജൊക്കെ ഫുള്ള് പ്രശ്നമാണെന്നൊക്കെ പറയുമല്ലോ. ഞാനൊരിക്കൽ ഒരു ക്ലാസ്സിൽ കയറി ചെന്നിട്ട് അങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഖുറാൻ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടുക, എന്നിട്ട് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടക്കുക. എന്തോ ഒരു ഉദാഹരണം പറയുന്നതിൻ്റെ ഇടയിൽ ഐഫോണൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ഞാൻ ആവശ്യമില്ല, അവനത് ഉപയോഗം ഇല്ലെങ്കിൽ പിന്നെ അത് വെറുതെ 70,000 60,000 കൊടുത്ത് മേടിക്കണമെന്നൊക്കെ ഞാൻ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടോ. അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നൊരു കുട്ടീനോട് പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ഐഫോൺ വിറ്റു. അപ്പോൾ അതിനാണ് നീ വിറ്റ്? നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെയാണ് സത്യം, ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതല്ല. എൻ്റെ ചങ്ങായിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു മേടിച്ചോ നല്ലതാണ് അങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചു. എനിക്കൊരു ഉപയോഗമില്ല. അവനക്കൊരു ഫോണും ഇരുന്ന് ഇരിക്കാനുള്ള സമയമില്ല. അവനാണ് വേറെ എന്തൊക്കെ കച്ചവടം പരിപാടി, പഠിപ്പ് കഴിഞ്ഞാൽ വേറെ എന്തോ പൈസ ഉണ്ടാക്കാനുള്ള വേറെ പരിപാടിക്ക് പോവാൻ. അപ്പോൾ സത്യത്തിൽ ഒരൊറ്റ മെസ്സേജ് കൊണ്ട് അത് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനും കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പറഞ്ഞു കൊടുത്താൽ തിരുത്താൻ പറ്റാവുന്ന അവസരം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതിൽ പ്രയാസപ്പെടുത്തുന്നത് കാരണം അവർക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ച കാര്യം മിനിമം ഏതൊരാൾക്കും വേണ്ട കുറച്ച് ക്വാളിറ്റികൾ അതെല്ലാവരും നേടിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാവുന്നതാണ്. പ്രധാനമായും ഭാഷ അല്ലേ? ഭാഷ എന്നുള്ളത് അടിസ്ഥാനപരമായ ആവശ്യമുള്ളതാണ്. മാതൃഭാഷയെങ്കിലും എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുക. ചുരുങ്ങിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4 ഭാഷകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്യാവശ്യമല്ലേ? ആണ്. ശരിക്കും സ്കൂൾ തലത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ആൻഡ് നമ്മുടെ അറബിക്ക് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 4 ഭാഷകൾ പഠിക്കുന്നുണ്ട്. ശരിക്കും കേരളത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ബഹുഭാഷാ പണ്ഡിതന്മാരാണ്. കാരണം 3 ലാംഗ്വേജിൽ കൂടുതൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും എവിടെയും എത്തുന്നില്ല. ഭൂരിഭാഗം കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, കുറച്ച് കുട്ടികളെങ്കിലും ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. വലിയ അവസരങ്ങൾ ആ ഒരു മേഖലയിൽ നമുക്കുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ വിദ്യാർത്ഥികളും ഒന്ന് പരിശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്.